യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനം കൽപ്പിക്കും. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്കത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പ്രവാസത്തിലേക്ക് പോകുവാനിരുന്ന ജനത്തിന് പ്രത്യാശയുടെ സന്ദേശം നൽകുവാനാണ് ദൈവം പ്രവാചകനെ കുശവൻ്റെ വീട്ടിലേക്ക് അയച്ചത്. ചക്രത്തിന്മേൽ വേല ചെയ്യുന്ന കുശവൻ്റെ കയ്യിലെ പാത്രം ചീത്തയായപ്പോൾ അദ്ദേഹം അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. പ്രവാചകനിലൂടെ അപൂർവവും വിചിത്രവുമായ ഒരു ദൈവിക സന്ദേശമാണ് ദൈവം ഇസ്രായേലിന് നൽകിയത്. തൻ്റെ ഹിതപ്രകാരമുള്ളതും ഉപയോഗപ്രദവുമായ ഒരു പാത്രമാക്കി രൂപാന്തരപ്പെടുവാനുള്ള ശ്രമത്തിനിടയിൽ എത്ര പ്രാവശ്യം കളിമണ്ണ് തൻ്റെ ഹൃദയത്തിന് വിധേയമാകാതിരുന്നാലും കുശവൻ ഒരിക്കലും മടുത്ത് പോകുന്നില്ല. അവൻ വീണ്ടും വീണ്ടും അതിനെ ഒരു പാത്രമാക്കുവാൻ ശ്രമിക്കുന്നു. പരവതാനികൾ നെയ്യുന്ന ഒരു അഭ്യസനശാലയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു യുവാവിൻ്റെ അനുഭവം ഇങ്ങനെയാണ്. വിദ്യാർത്ഥികൾ ഓരോരുത്തരും നെയ്തെടുക്കേണ്ട ചിത്രത്തിൻ്റെ രൂപം അധ്യാപകൻ അവർക്ക് നൽകി. ഓരോരുത്തരും അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങൾ നെയ്ത് തുടങ്ങി. എന്നാൽ ഈ യുവാവ് നെയ്യുന്നതിനിടയിൽ നൂലുകൾ കുരുങ്ങി. യുവാവ് നിരാശനായി. പെട്ടെന്ന് അധ്യാപകൻ അവൻ്റെ അടുക്കൽ വന്നു. അവനിരുന്ന സ്ഥാനത്ത് അധ്യാപകൻ ഇരുന്നു. അവൻ നെയ്ത ചില ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞു. അവൻ നെയ്ത് തെറ്റിപ്പോയ സ്ഥാനം മുതൽ അധ്യാപകൻ വീണ്ടും നെയ്തു തുടങ്ങി. ആ വിദ്യാർത്ഥി നോക്കി നിൽക്കുമ്പോൾ തൻ്റെ പരവതാനിയിൽ അതിമനോഹരമായ ചിത്രം രൂപമെടുത്തു. അതെ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മെ പണിതെടുക്കുവാൻ അവിടുന്ന് 1000 മാർഗങ്ങൾ ഉപയോഗിക്കും. നമ്മുടെ നിഷേധ മനോഭാവം കൊണ്ടൊരിക്കൽ അവിടുത്തെ പണികളെ പൊളിച്ചു കളയുവാൻ നാം ശ്രമിച്ചാലും നമ്മെ അവിടുന്ന് വീണ്ടും പണിയും. ഒരു പക്ഷേ ഇടുക്കവും ഞെരുക്കവും വേദനയും അവിടുന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വരും. എങ്കിലും അവിടുന്ന് തൻ്റെ പണിയെ പൂർണ്ണമായി ഉപേക്ഷിക്കുകയില്ല. എന്നാൽ എത്ര തന്നെ ശ്രമിച്ചാലും കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ അമർന്നിരിക്കാതെ വന്നാൽ 2 കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഒന്നാമതായി, അപൂർണമായ സ്ഥിതിയിലുള്ള പാത്രമായി കുശവൻ അതിനെ ഒരു മൂലയിൽ മാറ്റിവെക്കുന്നു. ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട പാത്രം കേവലം അർത്ഥശൂന്യമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നത് എത്രയോ പരിതാപകരമാണ്. ഒന്നുകൊണ്ടും വിധേയപ്പെടാതിരുന്നാൽ കുശവന് ഒരു അവസാന മാർഗമുണ്ട്. അത് അവൻ്റെ പണിശാലയിൽ നിന്നും എന്നേക്കുമായി പുറത്തെടുക്കപ്പെടുന്ന അനുഭവമാണ്. ഇതാണ് 2ാമത്തേത്. പ്രിയ സുഹൃത്തെ, നിങ്ങളെ പണിയുന്ന നല്ല കുശവനെ വിശ്വസിക്കുക, അവന് വിധേയപ്പെടുക. എങ്കിൽ ദൈവകരങ്ങൾ വിരുദ്ധ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ ലോകത്തിനു മുമ്പിൽ സാക്ഷ്യമായി തീരും. അങ്ങനെ ദൈവത്തിൻ്റെ പണികളുടെ മഹത്വം രുചിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും. ദൈവം നമ്മെ പണിതെടുക്കുവാൻ വിവിധ മാർഗങ്ങൾ ഉപയോഗിക്കും. ചിലപ്പോൾ നമുക്കൊട്ടും തന്നെ ഇഷ്ടമില്ലാത്ത വഴിയിൽ കൂടെ ദൈവം നമ്മെ നയിക്കും. രോഗം, ദുഃഖം, പ്രിയപ്പെട്ടവരുടെ വേർപാട്, സാമ്പത്തിക പരാധീനതകൾ, നമ്മെ ഏറെ സ്നേഹിച്ചവരും കരുതരുമായ അവരുടെ പരിഹാസങ്ങളൊക്കെ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന പുതിയ പാഠങ്ങളാണെന്ന് തിരിച്ചറിയുക. ആരൊക്കെ നമ്മെ കൈവിട്ടാലും ദൈവം നമ്മെ കൈവിടുകയില്ല. ഉറപ്പും ധൈര്യമുള്ളവരായി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര തുടരുക. ദൈവം തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ സകലം നന്മയ്ക്കാക്കി തീർക്കുമെന്ന വിശ്വാസത്തിൽ മുന്നേറുക. നമ്മുടെ ശുഭകരമായ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് കരുതലുണ്ട്. അവിടുന്ന് നമ്മെ ഒരു നാളും കൈവിടുകയില്ല.